നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. ജീവിത വിജയത്തെ സഹായിക്കുന്ന 7 ചിന്തകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചിന്ത, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിച്ചേക്കാം. അത് ഓർത്ത് ദുഃഖിച്ച് സങ്കടപ്പെട്ട് കാലം കഴിക്കരുത്. വരാനിരിക്കുന്ന ജീവിതത്തിൽ കാലം നമുക്ക് വേണ്ടി എന്തൊക്കെയാണ് കാത്തുവെച്ചിട്ടുള്ളത്, കരുതി വെച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയില്ല. ജീവിതത്തിൽ ഇന്നലകളിൽ സംഭവിച്ച അതേ കാര്യം തന്നെയായിരിക്കും വരാനിരിക്കുന്നതും എന്ന ചിന്തയ്ക്ക് യാതൊരു യാഥാർത്ഥ്യവുമില്ല. അതുകൊണ്ട് കഴിഞ്ഞ കാല ജീവിതത്തിൽ തെറ്റുകൾ പറ്റിയേക്കാം, പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, നമ്മുടെ അബദ്ധങ്ങൾ സംഭവിച്ചേക്കാം. അതിനെ ഓർത്തോർത്ത് ഈ പ്രസന്റ് മൂമെന്റിൽ കാലം കഴിച്ചിട്ട് കാര്യമില്ല. വരാനിരിക്കുന്ന ജീവിതത്തിൽ നമുക്കായി കാലം പലതും കരുതി വെച്ചിട്ടുണ്ടാകാം. നമ്മുടെ ഈ കാലത്തെ ഈ പ്രസന്റ് മൂമെന്റിലെ പ്രവർത്തനങ്ങൾ നമുക്കൊരുപാട് നന്മകൾ വരും കാലങ്ങളിൽ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് മറന്നേക്കുക കഴിഞ്ഞ കാലങ്ങളിലെ തെറ്റുകൾ. അതുകൊണ്ട് വിട്ടുകളഞ്ഞേക്കുക കഴിഞ്ഞ കാലങ്ങളിലെ അബദ്ധങ്ങൾ. രണ്ടാമത്തെ ചിന്ത, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നത് ഒരു പ്രശ്നമേ അല്ല. പക്ഷേ നമ്മൾ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നതാണ് സത്യം, എന്നതാണ് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ ചിന്തയാണ്, നാം നമ്മെക്കുറിച്ചുള്ള വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നതും രൂപപ്പെടുത്തുന്നതും. അതുകൊണ്ട് നമ്മളെക്കുറിച്ച് നല്ല ആത്മവിശ്വാസവും നമ്മളെക്കുറിച്ച് നമ്മളോട് തന്നെ നമുക്ക് സ്നേഹവും ഉണ്ടെങ്കിൽ മാത്രമേ വരാനിരിക്കുന്ന നല്ല നാളുകൾ, കാലം കാത്തുവെച്ച ആ നല്ല നാളുകൾ നമുക്ക് കൈനീട്ടി സ്വീകരിക്കാൻ കഴിയൂ. അതുകൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ കളിയാക്കുമെന്ന ഭയത്തെ നാം ഒഴിവാക്കുക. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാന്യമാണ് എന്ന് നമുക്ക് തോന്നിയാൽ നാം അത് അങ്ങനെ തന്നെ പ്രവർത്തിക്കുക. അതാണ് നമുക്ക് വരും കാലങ്ങളിൽ സന്തോഷവും വിജയവും കൊണ്ടുവരാനുള്ള മാർഗം. മൂന്നാമത്തെ ചിന്ത, കാലം മായ്ച്ചു കളയാത്ത ഒന്നുമില്ല. ഒട്ടുമിക്ക കാര്യങ്ങൾക്കും പരിഹാരം കാലം കഴിയുക എന്നതു തന്നെയാണ്. കാലം അതിന് വിമുക്തി നൽകിയേക്കും. അതുകൊണ്ട് ജീവിതത്തിലെ പ്രയാസങ്ങളെ കാലത്തിനു വിട്ടേക്കുക. ജീവിതത്തിലെ തെറ്റുകളെ കാലത്തിനു വിട്ടേക്കുക. ജീവിതത്തിലെ തടസ്സങ്ങളെയും ദുരനുഭവങ്ങളെയും ഒക്കെ കാലത്തിനു വിട്ടേക്കുക. കാലം ചികിത്സിക്കും. അതുകൊണ്ട് എല്ലാ പ്രയാസങ്ങളെയും, നമ്മൾ അനുഭവിച്ച ദുരിതങ്ങളെയും ഒക്കെ, നമ്മുടെ സങ്കടങ്ങളെ മുഴുവനും കാലത്തിനു വിട്ടേക്കുക. കാലം പരിഹരിക്കും. അതിനൊക്കെയുള്ള മരുന്ന് കാലം തന്നെയാണ്. കാലം തനിയെ നമ്മുടെ മനസ്സിനേറ്റ സകല മുറിവുകളും ഭേദമാക്കും. നാലാമത്തെ ചിന്ത, നമ്മുടെ ജീവിതം നമ്മുടേതു മാത്രമാണ്. അത് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. ആരെയും നാം ജഡ്ജ് ചെയ്യരുത്, വിലയിരുത്തരുത്. അവരുടെ മനസ്സിലെ ചിന്തകളും അവരുടെ യഥാർത്ഥ സ്വഭാവവും അവരുടെ ഐഡിയകളെ കുറിച്ചും നമുക്ക് യാതൊരു ധാരണയുമില്ല. അതുകൊണ്ട് ആരുമായി നമ്മുടെ ജീവിതം താരതമ്യപ്പെടുത്തരുത് എന്നു മാത്രമല്ല, ആരെയും നാം ഒറ്റനോട്ടത്തിൽ വിലയിരുത്താനും പാടില്ല. നമ്മുടെ ഒരു പ്രവർത്തനത്തെയും മറ്റുള്ളവരുടെ ആ പ്രവർത്തനവുമായി നാം താരതമ്യം ചെയ്യേണ്ടതില്ല. കാരണം നമ്മൾ വേറെയാണ്, നമ്മുടെ പശ്ചാത്തലം വേറെയാണ്, നമ്മുടെ കഴിവുകൾ വേറെയാണ്, നമ്മൾ യൂണിക്കാണ്. ഈ ലോകത്ത് നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഒരു പ്രവർത്തനത്തെയും നമ്മുടെ ഒരു വളർച്ചയെയും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാൻ, ഒരാളെയും അന്ധമായി വിശ്വസിക്കാതെ, ഒറ്റനോട്ടത്തിൽ കാര്യങ്ങൾ തിരിച്ചറിയാതെ, ആരെയും ജഡ്ജ് ചെയ്യാതെ, ആരെയും വിലയിരുത്താതെ നാം മുന്നോട്ടു പോകുക. അഞ്ചാമത്തെ ചിന്ത, ജീവിതത്തിലെ എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ അനുഭവങ്ങൾക്കും എല്ലായ്പ്പോഴും ഉത്തരം നാം കണ്ടെത്തണമെന്നില്ല. നമുക്കതിൻ്റെ ഉത്തരം അപ്പോൾ തന്നെ മനസ്സിലാവണമെന്നില്ല. എല്ലാം നാം അറിഞ്ഞിരിക്കണമെന്നില്ല. ജീവിതത്തിലെ സകല സംഭവങ്ങൾക്കും എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം നാം തേടണമെന്നുമില്ല. അനുയോജ്യമായ സമയത്ത് അപ്രതീക്ഷിതമായ അതിൻ്റെ ഉത്തരം നമ്മളിലേക്ക് വന്നു ചേരും. അതുകൊണ്ട് ചില ചോദ്യങ്ങളുടെ
പരിഹാരം നമുക്ക് കിട്ടിയില്ല എങ്കിൽ അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ച്, അതിനെക്കുറിച്ച് പ്രയാസപ്പെട്ട്, അതിനെക്കുറിച്ച് വേവലാതിപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകരുത്. അതിൻ്റെ ഉത്തരം നമുക്കറിഞ്ഞില്ല എന്നത് ഒരു മഹാപ്രയാസമൊന്നുമല്ല. അതറിയേണ്ട സമയത്ത്, അനുയോജ്യമായ സമയത്ത്, അപ്രതീക്ഷിതമായി നാം അറിഞ്ഞിരിക്കുമെന്നതാണ് ജീവിതത്തിലെ ഈ പോസിറ്റീവ് ചിന്ത. ആറാമത്തെ ചിന്ത, നമ്മുടെ സന്തോഷത്തിൻ്റെ മേൽനോട്ടക്കാരൻ, നമ്മുടെ സന്തോഷത്തിൻ്റെ ഇൻചാർജ് നമ്മൾ തന്നെയാണ്. നാം ആണ് തീരുമാനിക്കേണ്ടത് നാം എങ്ങനെ ചിന്തിക്കണം, നാം എങ്ങനെ പ്രവർത്തിക്കണം, നാം എങ്ങനെ പ്രതികരിക്കണമെന്ന്. നമ്മുടെ ജീവിതത്തിൻ്റെ റിമോട്ട് മറ്റാരുടെയെങ്കിലും കയ്യിൽ കൊടുക്കരുത്. ആരെങ്കിലും മോശമായി നമ്മോട് പ്രതികരിച്ചാൽ ദേഷ്യത്തോടെ തിരിച്ചു പ്രതികരിക്കുന്ന പ്രകൃതം ഒഴിവാക്കേണ്ടതാണ്. ആരെങ്കിലും സന്തോഷിപ്പിച്ചാലേ ഞാൻ സന്തോഷിക്കൂ, ആരെങ്കിലും ദേഷ്യം പിടിപ്പിച്ചാൽ ഞാൻ ദേഷ്യപ്പെടും, ആരെങ്കിലും സങ്കടപ്പെടുത്തിയാൽ എനിക്ക് സങ്കടപ്പെടും. ആ അവസ്ഥ വരാതെ എൻ്റെ സന്തോഷത്തെ, എൻ്റെ സമാധാനത്തെ, എൻ്റെ ദുഃഖങ്ങളെ, എൻ്റെ സങ്കടങ്ങളെ എല്ലാം നിയന്ത്രിക്കാൻ എനിക്ക് കഴിയുമെന്ന ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് നാം ഡെവലപ്പ് ചെയ്യണം. എല്ലായ്പ്പോഴും പുഞ്ചിരിക്കുക, ആരോടും നാം ചിരിച്ചു സംവദിക്കുക. ഒരു വേള പല പ്രശ്നങ്ങളും നമ്മുടെ പുഞ്ചിരി മായ്ച്ചു കളഞ്ഞേക്കാം. ലോകത്ത് നടക്കുന്ന, നമ്മുടെ ചുറ്റുവട്ടത്തിൽ നടക്കുന്ന എല്ലാ പ്രയാസങ്ങളുടെയും, എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവാദിത്തം നാം ഏറ്റെടുക്കേണ്ടതില്ല. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയിൽ ഉള്ളതിനെ മാത്രം നാം ഏറ്റാൽ മതി. ലോകത്ത് പലതും സംഭവിക്കും. അതോർത്ത് നമ്മുടെ മുഖത്തെ പുഞ്ചിരി നാം മാറ്റേണ്ടതില്ല, സന്തോഷം നാം ഒഴിവാക്കേണ്ടതില്ല. ഈ 7 മഹത്തായ ചിന്തകൾ, പ്രസക്തമായ ചിന്തകൾ നാം മനസ്സിലാക്കി സാഹചര്യങ്ങളിൽ ഇതിനെയെല്ലാം അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അങ്ങനെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല സന്തോഷകരമായ ജീവിതം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു പോസിറ്റീവായ വിഷയം ചർച്ച ചെയ്യുന്ന വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.